10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അറ്റത്ത് വന്ന് തിരിയുക എന്നുള്ളതാണല്ലോ ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നമ്മളെവിടെ ഇറങ്ങുന്നത്? നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പിടയ്ക്കാതെ മച്ചാനെ. ഫോണൊക്കെ ഇടാനായിട്ടൊരു കവർ എടുത്തോ. എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ടേ സംഗതി വലിയ പാടായിരിക്കുവേ. ഇത് നമ്മള് എന്തിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് മഴ മാറിയായിരുന്നു. ഇവിടെ ആൾക്കാർ കടലിൽ കുളിക്കുന്നുണ്ട്. ഇപ്പം വീണ്ടും മഴ മാറുന്നു, വീണ്ടും മഴ പെയ്യുന്നു. രാവിലെ മാറി ആ നിർദ്ദേശം കർശനമായി പാലിക്കാം. വാച്ചാൻപാട് ആൾക്കാരുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കടലിന്റെ അവസ്ഥ അവർക്ക് അറിയത്തുള്ളൂ. വാച്ചാൻപാട് ഇതെന്നാണ് ഈ കടലിന്റെ സൈഡ് കോസ്റ്റ് ഗാർഡ് ആണോ? അങ്ങനെ എന്താ ഒരു സംഭവം. എന്താണേലും ഈ കടലിന്റെ അവിടെ നിൽക്കുന്ന സർക്കാരിന്റെ നിയമിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ സ്നേഹബുദ്ധി അനുസരിക്കേണ്ടതാണ്. ഈ അറ്റത്ത് പോയി തിരിയാൻ വേണ്ടി എല്ലാ വണ്ടി അറ്റത്ത് പോയി തിരിയാനായിട്ട് പോകുന്നതാണ്. നമ്മൾ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലൊന്നും സുന്ദരികളില്ല കേട്ടോ. ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ശ്രദ്ധിക്കണം. ആണ്ടറ പൂവും നിലവിളക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഹനുമാൻ ലങ്കയ്ക്ക് ചാടാൻ വന്നതാണെന്ന് പറഞ്ഞു. വെസ്റ്റ് ഇൻഡീസ് ഹനുമാൻ. എടാ ഞാൻ ഇറങ്ങുന്നില്ല. ലങ്ക ചാടാൻ പാലെടുക്കാത്ത ഹനുമാൻ. മഴ ശക്തമായ മഴയായി കേട്ടോ. മഴ മാറുന്നു, വീണ്ടും അതിശക്തമായ മഴയാകുന്നു. കോവിലിയുടെ തിരക്കും കാണുമായിരിക്കും കേട്ടോ. ഇതിന് മാത്രം തിരക്ക് ഇങ്ങോട്ട്. പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ്. ഇതുപോലെ തുടർച്ചയായി മഴ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അപ്പുറം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടികളൊന്നും തന്നെ കടത്തി വിടുകയില്ല. ചിലപ്പോൾ ഉച്ച ഒക്കെ ആകാറാകുമ്പോഴത്തേക്കും ഒരു വണ്ടി പോലും കടത്തി വിടുന്നില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങോട്ട് ആർക്കും വന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ രാവിലെ ഇങ്ങോട്ട് വെച്ച് പിരിക്കുകയാണ്. ഇപ്പോൾ ധനുഷ്കോടി എത്തി, നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കുറേ വ്യത്യസ്തമായ രുചികളുണ്ടാവും, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും മേടിച്ച് കഴിച്ചോളുക, ഇവിടുത്തെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വ്യത്യസ്തമായ എന്ത് സംഭവമൊക്കെ കണ്ടാലും അത് നമുക്ക് പരമാവധി നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നീട് നമുക്കിത് എപ്പോഴും കിട്ടുന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ രുചികൾ അറിയാൻ ഇതൊക്കെ നമ്മൾ അധികമായിട്ട് വേണ്ടെങ്കിൽ പോലും ആവശ്യമുള്ള മേടിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും കാണാനായിട്ട് ഇറങ്ങുകയാണ്. ഇവിടുത്തെ രുചികൾ അറിയുക. പൈസ അല്ല നമുക്ക് വിഷയം. നമ്മൾ ഇവിടുത്തെ ടേസ്റ്റുകളെല്ലാം അറിയുക എന്നുള്ളതാണ്, അനുഭവിക്കുക. നമ്മൾ കഴിക്കാതെയൊക്കെ പോയിട്ട് അവിടെ ചെന്ന് അവിടെ നിന്നും കഴിച്ചു പറയട്ടെ. ഇവിടെ സംഭവങ്ങൾ കണ്ടോ, കടലിൽ നിന്ന് കിട്ടുന്ന കുറേ കടിപിടി സാധനങ്ങൾ ഒക്കെ നമ്മൾ അങ്ങേപ്പുറത്തെ കടലിൽ ഇറക്കിയല്ല ഇറക്കാം. ഇങ്ങേപ്പുറത്തെ കടലിൻ്റെ അവിടെ ഇറക്കത്തുള്ളൂ. നിമിഷം നേരം കൊണ്ട് തമിഴ് പിടിച്ചല്ലോ. മാങ്ങ ടേസ്റ്റ്. നമ്മൾ ധനുഷ്കോടിയിൽ ചെന്ന് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇല്ല മൊബൈലിലൊന്നും. അതുകൊണ്ട് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്ന കാര്യം ഓർത്താരും പോകരുത്. കയ്യിൽ പൈസ ആയിട്ട് വേണം പോകാനായിട്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അല്ല, നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാണ്.
ധനുഷ്കോടി എന്ന മനോഹരമായ തീരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണത്. ആ രണ്ട് തിരമാലകളും കൂടെ കൂട്ടിയിടിക്കുന്ന ആ സ്ഥലം കണ്ടോ, അവിടെയാണ് രണ്ട് സമുദ്രങ്ങൾ കൂടെ വന്ന് ചേരുന്ന സ്ഥലം. ഇതിൻ്റെ അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിലും കൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. അവിടെ അതിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് വന്ന് രണ്ടുകൂടെ കൂട്ടിയിടിക്കുന്നതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ അങ്ങേ വശത്ത് കടലിന് ഹൈറ്റ് കൂടുതലും ഇങ്ങേ വശത്ത് താന്നുമാണ് നിൽക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. ഒഴുക്കാണ്. ഇതുണ്ട് ഈ സൈഡ് മാത്രം. അങ്ങേ സൈഡിലോട്ട് പോകുമ്പോൾ അത്ര വിഷയമില്ല. ഈ സൈഡിലേ ഒഴുക്ക് പോലെ. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ മുഴുവൻ അതിലേ പോയെന്ന് കണ്ടില്ല. ഇത് കണ്ടില്ലേ, എല്ലാവരും അതിലേതിലേലും പോയേ. കടകളെല്ലാം ഇതുണ്ട് കയറി നിൽക്കുന്നുണ്ടോ ആൾക്കാരെല്ലാം. അവര് നേരെ അങ്ങ് പോയാൽ മതിയെന്നേ. അവിടെ കടത്തിട്ടാണ് വഴിയുടെ ഈ സൈഡിൽ കൂടെ പോയാൽ പോലും ചില ആൾക്കാരൊക്കെ വണ്ടിയിലിരുന്ന് ഇത് കണ്ടില്ല, ആ വണ്ടിയിലൊക്കെ ഇരുന്ന് തിന്നിട്ടുണ്ടല്ലോ ഈ പഴവും ഓറഞ്ചും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുവാണ്. ഈ വഴിയെ പോകുന്നവരുടെ തലയിലോട്ടൊക്കെ വീഴുക. അതുകൂട്ട് സംസ്കാരമില്ലാത്ത പരിപാടിയും കളിക്കും. കേരളത്തിലൊക്കെ ആ കാര്യത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടാ എന്തി ഏതാണ്ട് 2 മണിയായേ. ഞങ്ങൾ വന്നിറങ്ങിയിട്ട് ഏതാണ്ട് 2.5-3 മണിക്കൂറായി. ഈ കടലിൽ അങ്ങോട്ട് എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ കയറാൻ നമുക്ക് മടിയായിരുന്നു. വെച്ച് കീച്ചു അരേ റോ അങ്ങയുടെ വെടുങ്കു പെണ്ണും പിള്ളയെ ആ വേട്ടാവളിയൻ രമണന്റെ കയ്യിൽ നിന്നും ലങ്ക കത്തിച്ച് പണ്ടാരടക്കി ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. അനുഗ്രഹിച്ചാലും. പുല്ല് വേണ്ടായിരുന്നു. ഇതൊരു തിരക്കാന്ന് നോക്കിയേ. തിരക്കാണ് ഈ ഒരു പോയിന്റ് കാണാനായിട്ടേ. ശരിക്കും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആക്കി ഇവിടെ ഒരു പ്രദേശം മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എത്രയോ ആൾക്കാർക്ക് തൊഴിലും ഓട്ടോ ആയിട്ടും ഈ സൈഡ് വഴി കച്ചവടം ചെയ്യുന്നവരായിട്ടും ഈ വണ്ടിക്കാർ മറ്റേ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന വണ്ടിക്കാരായിട്ടും എത്രയോ ആൾക്കാർക്കാണ് ഒരു തൊഴിൽ ലഭിക്കുന്നത് ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടാകുന്നതോടുകൂടി. ഈ തിരക്കിനിടയിലൂടെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ധനുഷ്കോടിയുടെ അറ്റത്തുനിന്ന് നമ്മളിങ്ങനെ ഇന്ത്യയുടെ അകത്തോട്ട് യാത്രയാവുകയാണ്. വീണ്ടും തിരിച്ച് മഴ കൂടി കേട്ടോ. മഴ കൂടി തീർന്നു.
ഇത്ര നേരം ഒന്നും തെളിഞ്ഞു നിന്നു കേട്ടോ. മഴ പെയ്യുമായിരുന്നേ അല്ലേ? നമ്മൾ അന്നേരം മഴ പെയ്യാറുണ്ട് നല്ലതായിരുന്നു. ഈ തൊട്ടടുത്ത പോയിന്റ് ഏതാ? മറ്റേ പൊളിഞ്ഞ പള്ളിയോ? അതാണ് ശരിക്കും ധനുഷ്കോടി. അതാണ് ശരിക്കും ധനുഷ്കോടി. ഈ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് പൊളിഞ്ഞു കിടക്കുന്നത്. അതാണ് ശരിക്കും ധനുഷ്കോടി എന്നാണ് കമ്മിറ്റിക്ക് കിട്ടിയ റിപ്പോർട്ട്. ആണോ? ഈ വഴിയിൽ അപ്പുറം ഇപ്പുറം കടലാണല്ലോ. ഈ വഴിയിലേക്ക് വെള്ളം അടിച്ചു. വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല. അവിടെ തിരയുള്ള ബീച്ചാണ് കേട്ടോ. തിര ബീച്ച്. നമുക്കിവിടെ ഇറങ്ങിയാലും മതിയായിരുന്നല്ലോ. പിന്നെ ആഹ്ലാദം മൂത്ത് അവിടെ ഇറങ്ങിയെന്നുള്ളത്. നമ്മൾ ധനുഷ്കോടിയുടെ രുചി അറിയാൻ പോവുക കേട്ടോ. ധനുഷ്കോടിയുടെ ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മളിപ്പോൾ അറിയും. ഇവിടെ എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ വരുന്നവർ ഇവിടുത്തെ ഒരു ടേസ്റ്റ് അറിഞ്ഞേ പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ കടകളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ. കണ്ടോ, മീനാണ് ഇവിടുത്തെ. എന്നാൽ വരുന്നു. ഇതുണ്ട്, ഈ ഓലപ്പുരകളാണ് ഇവിടെ. ഈ ഫുഡുള്ള കടകളുടെ ഫ്രണ്ടിലെല്ലാം എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ഒരു ചേച്ചി ഇതുപോലെ വലിയ ചട്ടിയിൽ മീൻ മറക്കുന്ന ഒരു സെറ്റപ്പ് കാണും. അതാണ് ഇവിടുത്തെ ഒരു സംവിധാനം. നമ്മളിവിടെ കയറാൻ പോവുകയാണ്. ആ ചട്ടിയിൽ നമുക്ക് വേണ്ടി മൊരിയുന്ന മീനാണെന്ന് തോന്നുന്നു. ധനുഷ്കോടിയുടെ ടേസ്റ്റ് കേട്ടോ. എല്ലാ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം കാണുക. കടകളൊക്കെ ഇത് കണ്ടോ, മണലാണ്. അമ്മ 16 പേർ എടുക്കാം. ഇതാണ് ഇവർ മീൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ നമുക്ക് പറയുന്ന മീൻ എടുത്ത് ഇവർ റെഡിയാക്കി തരും കേട്ടോ. ഇരുന്നു രസ മീൻ കുളമ്പ് 120 രൂപ. സ്പെഷ്യൽ മീൻ വേറെ റേറ്റ്, വേറെ എക്സ്ട്രാ. നല്ല സാപ്പാട് ഇருக்கு. വില കമ്മിയാണ്. വില എല്ലാവർക്കും ഇത്രയും പേർക്ക് ഊണ് ഇരിക്കാ. മുറിച്ചു വിടുക. മുറിച്ചു വിട്. ഇതെന്നാ മീനാ? எதுமா இது இத பாறை இது கட்டிக்கால காலை 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 மீன் சாப்பாடு பண்றதா எது வேணும்னு പറഞ്ഞാൽ മതി. അത് വറുത്ത് തരും ചേട്ടായി. இதுல என்ன மீன் வேணும்னு பாருங்க. சாப்பாடு உட்கார்றதுன்னா சாப்பாடுக்கு உட்காருங்க. காலை 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 இந்த இருக்கு. ഇത് അത് തന്നെ. അതെ. எத்தனை பீஸ் வேணும்? അത് മീൻ എത്ര പീസ് വേണം? ഒരു 10 പീസ്. 10 പീസ് കിടക്കാതെ. ആഹാ, ഉള്ള പീസ് കൊടുക്കോ? இந்த பீஸ்ல போடுங்க. கட்டல கட்ட நல்லா இருக்கும். புடவா 10 அதுல. ஆமா, சூற எந்த இருக்கு. അതിപ്പോ அந்த ചട്ടിയിൽ വറക്കണ മീൻ എന്നാ? അതെന്നാ? அதா ആ മീൻ എന്നാ മീനാ? அது பேரே தெரியல எனக்கு. உங்களுக்கு எந்த மீன் வேணும்? இங்க மாத்திரம் கிடக்கிற டைப் மீன் இருக்கா? இங்க அந்த ஸ்பெஷல் மீன். ஸ்பெஷல் மீன் இங்க குடிக்கிறது ധനുഷ്കോടി സ്പെഷ്യൽ മീൻ. எல்லாமே தஞ்சுவல குடிச்சதுனே. എല്ലാരും ഇവിടെ കേറി. അതാ കുറച്ചുകൂടെ അങ്ങോട്ട് പോയോ? വെലമീൻ. ഇലമീൻ. വെലമീൻ. വെളമീൻ അങ്ക ധാരാളമായി ഇருக்கு. ഇതെന്നാ? മദന മീൻ. മദന മീൻ. എന്നാ അതൊരെണ്ണം. ഓ, എന്നാ അതൊരെണ്ണം എടുത്തു. ഒരെണ്ണം പോരെ? ഒന്ന് പോതുമാ? അതൊരെണ്ണം മതി. പോതും. അത് പോതും. കോട് പോട്ട് പോടണം സാപ്പാട്ട്. ചൂട് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി പറക്കുന്ന ചോറ്. തീപ്പരി ഫിഷ് ഫ്രൈ.
മീൻ പൊരിച്ചതാണ്. ഉണ്ട പൊരിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിക്കുന്ന ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. വറുത്ത മീൻ ഒരു 5 തീർന്നേ. ഇനി ഒരു വലിയൊരു മീൻ കൂടെ ഉണ്ട്. അവനെ കൂടെ അങ്ങ് പിടിച്ച അങ്ങനെ പൊടി 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 താഴെ കളഞ്ഞാൽ ഇവിടെ ഇപ്പൊ പൊരിഞ്ഞാടി നടക്കും. മതി മതി മതി. ഓട്ടെ പാടാ ബാ പാടോ 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 ബാ പിടി 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 പിടി. ഷിൻഡോ ഷിൻഡോ സ്പേസ് കൊടുക്ക. കൈ കയറ്റാനായിട്ട് ഇട കൊടുത്തേ. അടിപൊളി അടിപൊളി മീൻ അടിപൊളി മീൻ. മനക്കരുത്തുള്ളവരൊന്ന് തിരിച്ചിട്ട് വരും. മനക്കരുത്തുള്ളവർ മറിക്കട്ടെ മറിയട്ടെ. ആ ഈ സൈഡ് വന്നിട്ടുണ്ട്. പിടിയിലോ പിടിയിലോ പിടിയിലോ. ഷിൻഡോ ഷിൻഡോ പൊടി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഇതിൻ്റെ തൊട്ടപ്പുറം പൊളിഞ്ഞ പള്ളി എന്നാണ് പറയുന്നത്. ഇത് മറ്റേ വാച്ച് ടവർ. ഇവിടുന്ന് നമ്മൾ ആ പൊളിഞ്ഞ പള്ളി ഇരിക്കുന്ന എവിടെയാണോ അങ്ങോട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ച് അങ്ങ് ഇറങ്ങി അന്നേരം മഴയും തുടങ്ങി. സുധാക്കക്കട ഇതാണ് ഇവിടുത്തെ ഒരു പള്ളിയെ. ഈ പള്ളി ഇരുന്ന ഈ സ്ഥലമൊക്കെയാണ് ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം. ആ പള്ളിയുടെ മോൾവശമൊക്കെ ആ സുനാമിയുടെ സമയത്ത് നശിച്ചു പോയതായിരുന്നു. ഓ ഇതിലെ പോ. ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടോ? ആ കല്ലുകളൊക്കെ പവിഴപ്പുറ്റ് പോലത്തെ കല്ലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണിത്. റെയിൽവേ അപ്പുറമായിരുന്നു. നമ്മുടെ ബസ് കൊണ്ടുവന്നിരുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെയാണ്. ഇതുണ്ടല്ലോ, ഇത് ഇവിടെ എല്ലാം ബിൽഡിങ്ങുകളുണ്ടായിരുന്നായിരുന്നു. അത് മുഴുവൻ ആ സുനാമിയിൽ തകർന്ന് തരിപ്പണമായി പോയത്. ഇതെന്തോ സംഭവം ഒന്നും അറിയത്തില്ല കേട്ടോ. പള്ളി പോലൊക്കെയാണ് പണിത് വെച്ചേക്കുന്നത്. പള്ളിയോ പോസ്റ്റ് ഓഫീസോ. ഇത് പഴയ സ്കൂളാണെന്നുള്ളതാണ് കണ്ടിട്ട് തോന്നുന്നത്. സംഭവം ഒരു ലക്ഷണമാണ്. ഇതിൻ്റെ അകത്തിപ്പം ഇതുണ്ടല്ലോ, ഇവിടെ എല്ലാം പിടിഞ്ഞ് പൊളിഞ്ഞ്. അപ്പോൾ പള്ളിയുടെ ചുറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ मैं
ഓരോ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇപ്പോഴേ ഈ സംവിധാനം ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നു. ഈ പള്ളി അല്ലെങ്കിൽ ആൾക്കാർ ഇതിൻ്റെ അകത്തൂടെ കയറി ഇപ്പോൾ കാഴ്ചക്കാർ കൂടിയപ്പോഴേ നശിപ്പിച്ച് കളയുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പം പള്ളിയുടെ അടുത്തൊക്കെ ആരും അങ്ങനെ ഇറങ്ങാറില്ലല്ലോ. വാ, റെയിൽവേ സ്റ്റേഷൻ്റെ തിരുശേഷിപ്പുകളാണ് ഇതൊക്കെ. രാമൻ്റെ കാൽപാദത്തിൻ്റെ പടവും അങ്ങനെ എന്തോ ഒരു സംഭവങ്ങളൊക്കെയാണത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്താണെന്ന് നമുക്കറിയില്ലേ. ശരിക്കും ഞങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന പള്ളിയും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കാണാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ ആടാറ് മഴയായിരുന്നു. അതുകൊണ്ട് ശരിക്കും വീഡിയോകളൊന്നും പിടിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ടൊക്കെ ഇറങ്ങി ശരിക്കൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കാണാത്ത കാഴ്ചകൾ അതിന് മനോഹരമായിരുന്നായിരിക്കാം. ഒരു അടാറ് വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വല്ലതും ഇതിൻ്റെ അടിവെല്ലാം പോയിരിക്കുകയായിരുന്നു. ഇവിടെ നശിച്ചു പോയെന്ന് തോന്നുന്നു. ഈ പാലം മറ്റേ ഷിപ്പുകളൊക്കെ ഇങ്ങോട്ട് അടുപ്പിക്കാനുള്ള സംവിധാനം ആയിരുന്നു. ചെറിയ ചെറിയ ഷിപ്പുകൾ. ഇതൊരു പഴയ സംഭവമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചരിത്രപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ധനുഷ്കോടിയിൽ വന്നപ്പോൾ ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് കവർ ചെയ്തു എന്ന് മാത്രം. ഇവിടെയൊക്കെ ഇവിടെ തകർന്നു പോയിരുന്ന അവിടെ ഉണ്ടോ, അവിടെ എല്ലാം വിട്ടിരിക്കുക കേട്ടോ. അങ്ങോട്ടൊക്കെ പോകുന്ന ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കായലാണ്. കായലിൻ്റെ നടുക്ക് ഒരു അമ്പലമാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റൊരാവശ്യമില്ല ഇത് കാണാൻ വരാനായിട്ട്. ഇതിന് വന്ന സ്ഥിതിക്ക് ഇത് വന്ന് കാണുക എന്നുള്ളത്. ഇതിൻ്റെ അങ്ങനത്തെ ആ സൈഡിൽ കൂടിയാണ് അതിൻ്റെ എൻട്രി. ഞങ്ങളിവിടെ വണ്ടി പാർക്കിംഗ് ഏരിയ ഇവിടം വരെ തിരിച്ച് പോരുകയാണ്. അധികം വീഡിയോ കവർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ ധനുഷ്കോടി ഇവിടെ എത്തിയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ മ്യൂസിയം ഒന്ന് കാണാതെ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ മാക്സിമം ശ്രമിച്ച് നോക്കും. സമയത്ത് ഓടി എത്തിയാൽ കാണും. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ജന്മവീട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ചോദിച്ചു പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുസൽമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ജന്മഗൃഹമേ. ശബ്ദത്തിനപ്പുറം നിശബ്ദതയാണ് നമ്മളോട് സംവദിക്കുന്നത് ഇവിടെ. மேலே போயிடும். ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ നമ്മൾ കവർ ചെയ്യുന്നില്ല. താമസിച്ച വീടും ഇത് അബ്ദുൽ കലാമിൻ്റെ ചേട്ടൻ്റെ
മകൻ്റെ കടയാണിത്. ഒരു തിരുത്തുണ്ട്. കട അബ്ദുൽ കലാമിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ്റെ കടയാണ്. റംദാൻ നമ്മളുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്ത്യയുടെ മിസൈൽ മാൻ, യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിൻ്റെ സമാധി സ്ഥലമാണ്. അതിൻ്റെ മുൻപിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് എത്താൻ ഒരല്പം വൈകിപ്പോയതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ സമാധി സ്ഥലം സന്ദർശന സമയം കഴിഞ്ഞിരുന്നു. 9 മണി മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത്. കനത്ത മഴ മൂലം ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കുറച്ച് ബ്ലോക്കും പിന്നീട് അബ്ദുൽ കലാം സാറിൻ്റെ വീടും ഒക്കെ കലാം ഭവനം അത് കാണാനായിട്ടൊക്കെ കയറിയതുകൊണ്ട് കുറച്ച് വൈകി. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. രാമേശ്വരം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മിസൈൽ മാൻ APJ അബ്ദുൽ കലാമിൻ്റെ പേരിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ്. ഈ സ്ഥലവും ഈ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പുരോഗതിയും ഇന്ന് കാണുന്ന ഇതെല്ലാം രാമേശ്വരം എന്ന് പറയുന്നത് തന്നെ APJ അബ്ദുൽ കലാം എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന അതാണ് ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അഭിമാനമുള്ളൊരു മണ്ണിൽ നിൽക്കുന്നതിനൊരു സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് അപൂർവമായ കാഴ്ചകളുടെ ഒരു സ്ഥലമാണ് രാമേശ്വരം എന്ന് പറയുന്നത്. രാമേശ്വരവും ധനുഷ്കോടിയും ഇവിടെ എല്ലാം നമ്മൾക്ക് കാണുവാനും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒക്കെ വരുന്ന നല്ല മഴയാണ് കേട്ടോ, കേരളത്തിൽ നിന്ന് ഒക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരവധി കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഈ രാമേശ്വരവും ധനുഷ്കോടിയും. ഇവിടുത്തെ ഭക്ഷണങ്ങളും ഇവിടുത്തെ ജീവിത രീതികളും എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ എല്ലാം. അതുകൊണ്ട് തന്നെ വരാൻ കഴിയുന്ന എല്ലാ ആളുകളും ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ട എത്രയോ ആളുകൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അറിയേണ്ട സ്ഥലമാണ് ധനുഷ്കോടിയും രാമേശ്വരവും APJ അബ്ദുൽ കലാം സാറും. അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റുമെങ്കിൽ ഇവിടെ വരണം. ഇത് കാണാൻ കഴിയാത്തതിലുള്ള നിരാശയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നീട് ഒരിക്കൽ വരാൻ പറ്റിയെങ്കിൽ ഇവിടം കൂടി കയറി കാണണം. കനത്ത മഴയായിരുന്നു. രാവിലെ മുതലുള്ള മഴ ഞങ്ങളുടെ ഷെഡ്യൂളിനെ ഞങ്ങളുടെ ഈ യാത്രയിലെ ഈ പ്രോഗ്രാമിനെ കുറേ ബാധിച്ചു. ഏറെ കാഴ്ചകൾ ഇനിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണാൻ നഷ്ടമായി പോയത്. ഇന്ന് പെയ്ത മഴയിൽ ഞങ്ങൾക്ക് നഷ്ടമായി പോയ കുറേയധികം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടിയാണ്. കളക്കല്ലെങ്കിൽ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് എവിടെയാണ്, എത്ര മഴയാണെങ്കിലും എത്ര കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളത് കറക്റ്റ് കാര്യമാണ്. അത് ഞങ്ങൾ ബീച്ചിൽ കുറച്ചധികം സമയം കുട്ടികൾ ബീച്ചിലെല്ലാം ചാടി, ഞങ്ങളെല്ലാം ചാടി 2 മണിക്കൂറോളം ബീച്ചിൽ ചിലവഴിച്ചു. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ബീച്ചിൽ അധികം നേരം ഞങ്ങൾ ചിലവഴിച്ചു. എങ്കിലും അതിനുശേഷം വന്നിട്ട് നമ്മൾ 1964 സുനാമിയിൽ തകർന്നു പോയ പള്ളി, പോസ്റ്റ് ഓഫീസ്, ക്ഷേത്രം, സ്കൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വീണ്ടും ഒരു അവസരത്തിൽ വരാൻ കഴിയുന്നെങ്കിൽ, നല്ല തെളിച്ചമുള്ള ഒരു ദിവസം വരാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. എങ്കിലും സന്തോഷത്തോടു കൂടി അപ്പോൾ ഇവിടെ വാങ്ങുന്നു. കാളക്കല്ലിങ്കൽ ഫാമിലി ഇനി വേറൊരു ദിവസം ഞങ്ങൾ രാമേശ്വരത്ത് ഇനി വീണ്ടും വരാൻ കഴിഞ്ഞെങ്കിൽ വരും. ഞങ്ങളുടെ എല്ലാ വർഷവുമുള്ള ടൂറ് ഞങ്ങൾ ഇനിയും വരുമ്പോൾ കൂടുതൽ കാഴ്ചകളും ഭംഗികളും ഞങ്ങൾ ആസ്വദിക്കും. അങ്ങനെ രാമേശ്വരത്തോട് വിട പറയുന്നു കാളക്കല്ലിങ്കൽ ഫാമിലി. മഴ അതുകൊണ്ട് അവരെല്ലാം വണ്ടിക്കകത്തിരിക്കുക. രാമനാഥപുരത്ത് നമ്മൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടങ്ങ് പോകുന്നിടത്താണ്. ഇവിടുത്തെ ഹോട്ടലുകളുടെ സംവിധാനങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ. മഷ്റൂം ബിരിയാണി 210 രൂപ, ചിക്കൻ കീമ ബിരിയാണി 160 രൂപ,
സൽവാർ ചിക്കൻ ബിരിയാണി 200. ശ്രദ്ധിക്കാതെ മക്കളെ പൊളി 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 പൊളിച്ച് മാൻ. കുമ്മളി 56 കിലോമീറ്ററൂടെ. സമയം രാത്രി 1:30. ഞങ്ങൾ തേനി എത്തി. അപ്പം ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് കണ്ടില്ല. ഉറക്കം വന്നിട്ട് വണ്ടി നിർത്തിയിട്ടേച്ചിട്ട് അവിടെ കിടന്ന ആൾക്കാർ ഉറങ്ങുവാണ്. ഉറക്കം വന്നാൽ ഇങ്ങനെ ഉറങ്ങിയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ഒരു ആക്റ്റീവ് ആകട്ടെ എന്നോർത്തൊന്ന് വണ്ടി നിർത്തിയതാണ്. നാല് മണിയായപ്പോൾ നമ്മൾ കമ്പംമട്ടി ചെക്ക് പോസ്റ്റ് കടന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ മടങ്ങിയിരിക്കുന്നത്.